ഞാൻ സാൻസു, കുംഫു ട്രെയിനറാണ്. ലേഡീസ് കുംഫു ക്ലാസ് നടത്തി വരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കളരിയിലെ നോക്കുവർമ്മം, ചൂണ്ടുവർമ്മം എന്നതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. കുംഫു പഠിപ്പിക്കുന്ന ആൾ എന്തിനാണ് കളരിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം വരാം. സംസാരിക്കാൻ കാരണം കേരളത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിദേശത്ത് പോയാൽ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് കളരിയും യോഗയും അറിയാമോ എന്നാണ്. അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഹിന്ദി പഠിപ്പിക്കുന്നവരാണെങ്കിൽ ഇന്ത്യക്കാരനായിരിക്കണം. കളരിയോ യോഗയോ പഠിപ്പിക്കുന്നവരാണെങ്കിലും ഇന്ത്യക്കാരനാവണം. അതിനാണ് അവർ കൂടുതൽ വിശ്വസിക്കുന്നത്. നമ്മൾ ഏത് മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നവരാണെങ്കിലും കളരി ഉയരങ്ങളിലേക്ക് എത്താനും കളരി വിദേശ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്ത് വിജയിച്ച് വരേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നു. സങ്കടകരമായിട്ടുള്ള കാര്യം, കളരി പഠിപ്പിക്കുന്നവരോ ഗുരുക്കന്മാരോ വിദേശ ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിക്കാൻ കളരി വിദ്യാർത്ഥികളെ ആ രീതിയിൽ കൊണ്ടുവരാത്തതാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. കളരിയിൽ പൊതുവെ പ്രചരിക്കപ്പെടുന്ന നോക്കുവർമ്മം, ചൂണ്ടുവർമ്മം എന്നത് ഒരു സൈക്കോളജിക്കൽ പെർഫോമൻസ് മാത്രമാണ്. ഉദാഹരണം, നിങ്ങളൊരു കാട്ടിൽ കൂടെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഒരു ആനയുടെ മുന്നിൽപ്പെട്ടു. നിങ്ങൾ ധൈര്യശാലിയാണെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളെ ബാധിക്കുന്നില്ല. മറിച്ച് ധൈര്യം കുറഞ്ഞ വ്യക്തിയാണെങ്കിൽ ഭയം കൂടി ആ സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിനും ശരീരത്തിനും പല മാറ്റങ്ങളും സംഭവിക്കാം. അത് മരണാവസ്ഥയിൽ വരെ എത്താം. ഒരു ആരോഗ്യവാനായ യോദ്ധാവ് നിങ്ങളുടെ നേരെ വരികയാണ്. ചിലപ്പോൾ ആക്രമിക്കാൻ വരുന്നതായിരിക്കില്ല. നിങ്ങൾ ധൈര്യം കുറഞ്ഞ വ്യക്തിയാണെങ്കിൽ മേൽ പറഞ്ഞതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് നോക്കുവർമ്മം, ചൂണ്ടുവർമ്മം എന്നതിനെ കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അടുത്ത എപ്പിസോഡിൽ കളരി ഓപ്പൺ ചാമ്പ്യൻഷിപ്പുകളിൽ എങ്ങനെ മത്സരിക്കാൻ കഴിയും എന്നതിനെപ്പറ്റി എൻ്റെ അറിവ് വെച്ച് സംസാരിക്കാം.